കൂട്ടുകാർക്കെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നിങ്ങൾക്കും അത് സ്പെഷ്യൽ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ പോട്ടുകൾ ഭംഗിയാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? 8 രൂപയുടെ പ്ലാസ്റ്റിക് പോട്ടുകളാണ് ഇതിനകത്തിരിക്കുന്നത്. ആ ഒരു പ്ലാസ്റ്റിക് പോട്ടിനെ എത്ര മനോഹരമാക്കി എടുക്കാമെന്നുള്ള ഒരു ട്രിക്കാണ് കാണിക്കാൻ പോകുന്നത്. ഇങ്ങനെ ഭംഗിയാക്കി എടുക്കുന്ന പോട്ടുകൾ നമുക്ക് ഇതുപോലെ ബാസ്ക്കറ്റിലോ മറ്റുള്ള ട്രേകളിലോ ഒക്കെ ആക്കി നമ്മുടെ കിച്ചണിലും അതുപോലെ ടേബിളിലൊക്കെ നമുക്ക് ഭംഗിയോട് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനായി നമുക്ക് വേണ്ടത് 8 രൂപയാണ് ഈ പോട്ടിൻ്റെ റേറ്റ്. ഇതിലും വലുതും ചെറുതും ഒക്കെ നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. ഞാൻ 8 രൂപ വില വരുന്ന ഈ പോട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നീട് നമുക്ക് വേണ്ടത് ജൂട്ടിൻ്റെ നൂലാണ്. ജൂട്ട് നൂല് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ചാക്ക് നൂല് എന്ന് പറയും. ആ നൂലാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഗ്ലൂ ഗണ്ണാണ്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഗ്ലൂ ഗണ്ണ് വെച്ച് നമ്മുടെ ചാക്കുന്നൂല് ഈ ഒരു പോട്ടിൽ നന്നായി ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ നല്ല വൃത്തിയോടെ പശയൊക്കെ തേച്ച് നന്നായി ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ നമ്മൾ ഓരോ ലൈനും വളരെ തിക്കായി തന്നെ നമ്മൾ ഇത് ഒട്ടിച്ചു കൊടുക്കുക. കുറച്ച് ക്ഷമയോടെ നല്ല വൃത്തിയിൽ ചെയ്തെടുത്താലേ നമുക്കിത് ടേബിളിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വൃത്തികേടായാൽ അതിൻ്റെ ഒരു ക്യൂട്ട് പോകും. അതുകൊണ്ട് വളരെ ക്ഷമയോടെ തന്നെ ഇത് ചെയ്തെടുക്കുക. ചാക്കുന്നൂല് 100 രൂപ കൊടുത്താൽ വലിയ ഒരു കെട്ട് തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇനി അതുമല്ലാത്തവർ പഴയ തുണി കൊണ്ട് മുടയുന്ന രൂപത്തിലുണ്ടാക്കി അതും ഇതുപോലെ ഒരു കളറ് വെച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഭംഗി. അങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ നല്ല തിക്കായിട്ട് ഒട്ടിച്ചെടുത്ത് ലാസ്റ്റ് അതിൻ്റെ എൻഡ് നമ്മൾ നന്നായി പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ബാക്കി വരുന്ന എഡ്ജിൽ നമുക്ക് ലേസ് വെച്ച് കൊടുക്കാനുള്ളതാണ്. ആ ഒരു സമയത്ത് അത് ഫില്ലായി നല്ല ഫിനിഷിങ്ങോടെ നമുക്ക് കിട്ടും. അങ്ങനെ ആ ഒരു ഭാഗം നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബാക്കിയുള്ള ഭാഗം ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അതിൻ്റെ മുകൾ ഭാഗത്ത് വെക്കാനായി ഞാൻ ലേസാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള ലേസ് യൂസ് ചെയ്യാം. വീതിയുള്ള ലേസ് ആണെങ്കിൽ ഒരു വരി മാത്രം ഒട്ടിച്ചു കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ വീതിയില്ലാത്ത ലേസ് ആയതുകൊണ്ട് തന്നെ ഞാൻ 3 ലെയറായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ലേസ് ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് നന്നായി പശയൊക്കെ തേച്ച് നല്ല രീതിയിൽ ചുളിവ് വരാതെ തന്നെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. ഫസ്റ്റ് ലൈന് നമ്മൾ കഴിഞ്ഞതിന് ശേഷം എൻഡിൽ ലേസ് കട്ട് ചെയ്തതിന് ശേഷം നന്നായി പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ലെയറും അതുപോലെ തന്നെ എഡ്ജിലായിട്ട് ഒട്ടിച്ചു കൊടുത്ത് ഇതുപോലെ ഒട്ടിച്ചെടുത്തതിന് ശേഷം മധ്യഭാഗത്ത് നമുക്ക് ഒന്നുകൂടി കൊടുക്കാം. വീതിയുള്ള ലേസ് ഒട്ടിക്കുന്നവരാണെങ്കിൽ ഒരൊറ്റ ലേസ് കൊണ്ട് തന്നെ ഫുള്ള് കവർ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഞാൻ അതിൻ്റെ മുകളിലെ എഡ്ജിൽ ഇതുപോലെ ഒരല്പം പശ തേച്ച് ഈ ഒരു പകുതി ഭാഗം ഉള്ളിലേക്കും പകുതി ഭാഗം നമ്മൾ ഈ ഒരു പോട്ടിൻ്റെ വക്കും കൂടെ മറയുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നന്നായി ഗ്ലൂ ഇട്ട് ഒട്ടിച്ചു കൊടുക്കുക. പോട്ടിൻ്റെ ഉള്ളിലെ എഡ്ജ് ഭാഗത്തും ഇതുപോലെ കുറേശ്ശെയായിട്ട് പശ തേച്ച് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. നല്ല ചൂടുണ്ടാവും. നന്നായി കൈയൊന്നും പൊള്ളാതെ ശ്രദ്ധിക്കണം.
അങ്ങനെ നമ്മുടെ രണ്ട് ഭാഗവും ഫില്ലായിട്ടുണ്ട്. ഇനി അടിഭാഗത്ത് ഇതേപോലെ ചെറിയ ഒരു ലൈന് മാത്രം നമുക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു എഡ്ജ് ഭാഗത്ത് ലേസ് ഒട്ടിക്കുന്ന സമയത്ത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും അത് നല്ല വൃത്തിയോടെ ഒട്ടിച്ച് കൊടുക്കണം. നമുക്ക് അകത്തും കിച്ചണിലൊക്കെ വെക്കാനുള്ളത് കൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോഴാണ് ആ ഒരു പോട്ടിൻ്റെ ഭംഗി കാണാൻ കഴിയുകയുള്ളൂ. അവസാന ഭാഗത്തെ ലേസും നമ്മൾ ഒട്ടിച്ച് തീർന്നിട്ടുണ്ട്. എല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മുടെ പോട്ടിൻ്റെ ഭംഗിയൊന്ന് നമുക്ക് കണ്ടു നോക്കാം. ഈ ഒരു രീതിയിലല്ലാതെ ഫുള്ളായിട്ട് നമുക്ക് ഈ ചാക്കുനൂല് കവർ ചെയ്തിട്ടും ഒരു ഭാഗം ലേസ് മാത്രം ഒട്ടിച്ചു കൊടുത്തിട്ടൊക്കെ നമുക്ക് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചൊക്കെ ചെയ്തെടുക്കാം. ചാക്കുനൂലല്ലാതെ ചൂടി വെച്ച് നമുക്കിത് ചെയ്തെടുക്കാം. നല്ല ഫിനിഷിംഗ് ഉള്ള ചൂടി വാങ്ങിയിട്ട് നമുക്ക് നല്ല ഭംഗിയോടെ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ചൂടിക്ക് ഒന്നുകൂടെ റേറ്റ് കൂടും. ചാക്കുനൂലാവുമ്പോൾ വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഇത്രയും ഭംഗിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതിനെ ഒന്നുകൂടെ മോടി കൂട്ടാൻ വേണ്ടി ഒരു ലേസ് കൊണ്ടുള്ള പൂവ് ഞാൻ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഒരു ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ലേസ് അല്ലെങ്കിൽ ചാക്കുനൂല് കൊണ്ട് തന്നെ ഫ്ലവർ ഉണ്ടാക്കിയിട്ട് വെച്ചു കൊടുത്താൽ ഇതിനെക്കാട്ടിലും ഒന്നുകൂടി ഭംഗിയാകും. അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നമ്മളെല്ലാ വർക്കും കഴിഞ്ഞു. പോട്ടിൻ്റെ ഒരു ഭംഗി നോക്കൂ. ഇതിനകത്തിരിക്കുന്നത് 8 രൂപയുടെ പ്ലാസ്റ്റിക് പോട്ടാണെന്ന് കണ്ടാൽ തിരിച്ചറിയുക പോലുമില്ല. നമുക്ക് പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള കാഴ്ച അങ്ങ് മറയും. ഇനി ഇങ്ങനെയൊക്കെ പോട്ട് ചെയ്താലും നമ്മൾ സെറ്റ് ചെയ്യുന്നിടത്തുമുണ്ട് ഇതിൽ കാര്യം. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. ചാക്കുനൂൽ ഒട്ടിക്കുന്ന സമയത്ത് ഞാൻ ഒട്ടിച്ചിട്ടും ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ നന്നായി തിക്കായി നിങ്ങൾ ഒട്ടിക്കാൻ ശ്രമിക്കുക. ഇനി അതുപോലെ തന്നെ നമ്മൾ പഴയ ഒരു ഷാള് വെച്ചിട്ട് ഒരു പോട്ട് ഡിസൈൻ ചെയ്യുന്നുണ്ട്. അതുകൂടെ ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു ഷാളിന് പകരം നമുക്ക് ബനിയനോ അതുപോലെ കുട്ടികൾ തണുപ്പത്ത് ഇടുന്ന ഡ്രസ്സുകളൊക്കെ പഴയതുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഏത് പോട്ടാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒരു അളവിൽ നമ്മൾ നീളത്തിലോ അതുപോലെ വീതിയിലോ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഗ്ലൂ വെച്ച് നന്നായി ഒന്ന് ഒട്ടിച്ചെടുക്കുക. പോട്ടിൽ നന്നായി നമ്മൾ ചുറ്റും പശയിട്ട് നന്നായി പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കണം. ഇങ്ങനെ വലിയുന്ന നിറ്റ് ചെയ്ത തുണിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് എത്രമാത്രം നമുക്ക് വലിക്കാൻ പറ്റുമോ അപ്പോഴേക്ക് അതിൻ്റെ ഭംഗി കൂടുകയുള്ളൂ. ഒരു ലൈന് നമുക്ക് കാണാൻ കഴിയും. ആ ഒരു രീതിയിൽ നമ്മൾ വലിച്ച് നന്നായി ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ പല കളറ് ആവണമെന്നൊന്നുമില്ല. ഏത് രീതിയിലുള്ള തുണിയായാലും നമുക്ക് ഈ ഒരു പോട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാം. ലാസ്റ്റ് ഭാഗം ഒട്ടിക്കുന്ന സമയത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് നന്നായി ആ ഒരു ലൈനിനോട് ജോയിൻ്റ് ആക്കി ഒട്ടിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഒട്ടിക്കുക. ഞാൻ ഒരുവിധം നല്ല രീതിയിലൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അടിഭാഗം ഞാൻ അതുപോലെ തന്നെ വെട്ടിക്കളഞ്ഞിട്ടില്ല, നന്നായി മടക്കി വെച്ചിരിക്കുകയാണ്. അടിഭാഗത്ത് ഈ ഒരു രീതിയിൽ ഗ്ലൂ ചേർത്ത് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അത് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നവർക്ക് അങ്ങനെ ഒഴിവാക്കാം. ഈ ഒരു തുണി നനവ് ചെന്നാലും ചീത്തയാകുന്ന തുണിയല്ലാത്തത് കൊണ്ട് തന്നെ അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. ഇനി ആ അടിഭാഗത്ത് നന്നായി ഗ്ലൂ ചെയ്ത് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ചെറിയ ഹോള് ഞാൻ മധ്യത്തിൽ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല വൃത്തിയായിട്ടുണ്ട്. ഇനി അടിഭാഗത്തും മുകൾ ഭാഗത്തും ഓരോ വരി ലേസ് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം.
ആദ്യം നമ്മൾ താഴ്ഭാഗത്താണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിനായിട്ട് ഇതുപോലെ തന്നെ നമ്മൾ അവിടെ ഗ്ലൂ ചേർത്ത് നന്നായി ഒട്ടിച്ചെടുക്കുക. നേരത്തെ പോട്ടിന് ചെയ്ത പോലെ തന്നെ നമ്മൾ ചുറ്റും ഗ്ലൂ ചേർത്തിട്ട് നന്നായി പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. താഴെ ഭാഗം നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി മുകൾ ഭാഗത്ത് മറ്റ് പോട്ടിന് ഒട്ടിച്ചു കൊടുത്തതുപോലെ തന്നെ നമുക്ക് പാതി ഭാഗം പുറത്തേക്കും പാതി ഭാഗം ഉള്ളിലേക്കായിട്ടും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിനായി ഇതേപോലെ ഗ്ലൂ രണ്ട് ഭാഗത്തും കൂടെ ചേർത്ത് ലേസ് ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ വലിച്ചു പിടിച്ചാൽ തന്നെ രണ്ട് ഭാഗത്തേക്കും അത് കവർ ചെയ്ത് വരും. കണ്ടില്ലേ? ചുറ്റി കൊടുക്കുന്നതിനനുസരിച്ച് അത് രണ്ട് ഭാഗത്തേക്കും കവർ ചെയ്ത് തന്നെ നല്ല ഭംഗിയോടെ നിൽക്കും. ചെയ്യുന്ന സമയത്ത് അതിലൊക്കെ നമ്മൾ ഗ്ലൂ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് ചീത്തയാവും. അങ്ങനെ മുകൾ ഭാഗത്തും താഴെ ഭാഗത്തും നമ്മൾ ലേസ് വെച്ച് കഴിഞ്ഞു. ഒന്ന് കണ്ടു നോക്കൂ എത്ര മനോഹരമാണെന്ന്. അപ്പോൾ ഇതുപോലെ നമ്മൾ പഴയ ഷാളുകൾ, കുട്ടികളുടെ ടീഷർട്ട് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇത്രയും മനോഹരമാക്കി ചെയ്തെടുക്കാൻ പറ്റും. ഈ അടിഭാഗം നിങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഞാൻ ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടില്ല. കട്ട് ചെയ്ത് ഒഴിവാക്കിയില്ലെങ്കിലും സ്റ്റാൻഡിങ്ങിനൊന്നും പ്രശ്നം വരുന്നുമില്ല. അങ്ങനെ ഈ ഒരു പോട്ടും കൂടെ നമ്മൾ വളരെ ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ലേസിന്റെ കഷ്ണം എടുത്ത് സാധാരണ നമ്മൾ കെട്ടുന്ന ഇതുപോലെ കെട്ടി പിടിച്ച് ഒരു കെട്ട് കെട്ടുക. ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഈ ഒരു രീതിയിൽ കിട്ടും. ഇത് നമ്മുടെ പോട്ടിന് വെച്ച് കൊടുക്കാം. നന്നായി ടൈറ്റ് ആക്കിയതിന് ശേഷം ഗ്ലൂ ചേർത്ത് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ വളരെ കുറഞ്ഞ ചിലവിൽ നല്ല മനോഹരമായ രണ്ട് പോട്ടുകളാണ് നമ്മൾ ഭംഗിയാക്കി എടുത്തിട്ടുള്ളത്. കണ്ടു നോക്കിയേ എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ ചെടികൾ അതിലിരിക്കുന്നതെന്ന്. വളരെ കൂടുതൽ ഒരു ചെലവും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഇതുപോലെ ഭംഗിയായ പോട്ടുകളാക്കി മാറ്റിയെടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കാൻ പുതിയ പോട്ടുകൾ തന്നെ വേണമെന്നുമില്ല. പഴയ പോട്ടുകൾ കൊണ്ട് നമുക്ക് നല്ല ഭംഗിയോടെ ചെയ്തെടുക്കാൻ കഴിയും. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതുപോലെയൊന്ന് പരീക്ഷിച്ച് നോക്കുക. നമ്മുടെയൊക്കെ വീട്ടിൽ വേസ്റ്റായി കിടക്കുന്ന ബനിയനുകളും ഷോളുകളും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ നമ്മുടെ വീടകങ്ങൾ മനോഹരമാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. എല്ലാ വീഡിയോസിനും എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.